ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. മുഖ്യപ്രതി അനന്തു കൃഷ്ണനിൽ നിന്ന് വാങ്ങിയ പണം വക്കീൽ ഫീസാണെന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. ലാലി വിൻസെന്റിനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഈ മാസം കോടതിയിൽ റിപ്പോർട്ട് നൽകും. 47 ലക്ഷം രൂപയാണ് ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് അനന്തു കൃഷ്ണൻ കൈമാറിയത്. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി. നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ 18 കേസുകളിൽ പ്രതിയാണ് ലാലി വിൻസെന്റ്. ശരണുണ്ട്. ശരൺ, ലാലി വിൻസെന്റിനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കും എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നും രണ്ടുമല്ല, 47 ലക്ഷം രൂപയാണ് പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണൻ കൊടുത്തത്. വാദിക്കാർ പറയുന്നത് അത് തങ്ങളുടെ പണമാണ്, അല്ലാതെ അനന്തകൃഷ്ണന്റെ കയ്യിൽ വേറെ പണമില്ലല്ലോ. തട്ടിച്ചെടുത്ത പണം വക്കീൽ ഫീസായിട്ട് കൊടുത്താൽ വക്കീൽ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് ഒരു സാങ്കേതികമായുള്ള ചോദ്യം. പക്ഷേ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് അത് വക്കീൽ ഫീസായിട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ്, അല്ലേ? അരുൺകുമാർ, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇക്കാര്യം തന്നെ നമ്മൾ ക്രൈംബ്രാഞ്ചിനോടും ആരാഞ്ഞിരുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് അത്തരത്തിൽ തട്ടിയെടുത്ത പണം ആരുടെങ്കിലൊക്കെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇ ഡിയെ സംബന്ധിച്ച്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് കണ്ടുകെട്ടാനൊക്കെ കഴിയും. പക്ഷേ തങ്ങളെ സംബന്ധിച്ച് ഈ അനന്തു കൃഷ്ണനെ കേന്ദ്രീകരിച്ച്, അതായത് അനന്ത് കൃഷ്ണന്റെ അക്കൗണ്ടും ഒപ്പം തന്നെ അനന്ത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകൾക്ക് മരവിപ്പിക്കാനോ കണ്ടുകെട്ടാനൊക്കെ കഴിയുള്ളൂ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വയ്ക്കുന്ന വാദം. നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു കാലത്ത് കേരളത്തിൽ വലിയ കോളക്കമുണ്ടാക്കിയ വലിയ തട്ടിപ്പാണ് അത്. പ്രധാനമായും ഇരുചക്ര വാഹനങ്ങളും തയ്യൽ മെഷീനും ഒക്കെ തന്നെ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞാണ് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തുന്നത്. അങ്ങനെ തുടക്കത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷിക്കുമ്പോൾ തന്നെ നിരവധി പരാതി വരുന്നു. 500 കോടി രൂപയ്ക്ക് മുകളിലേക്ക് തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരുന്നത്. ക്രൈംബ്രാഞ്ച് 18 കേസുകളിലാണ് ലാലി വിൻസെന്റിനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ ലാലി വിൻസെന്റിനെ ക്ലീൻ ചിറ്റ് നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അനന്തു കൃഷ്ണനെ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോൾ തന്നെ ഇയാൾ 47 ലക്ഷം രൂപ ലാലി വിൻസെന്റിനെ കൈമാറിയതായി കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലാലി വിൻസെന്റിനെ പ്രതിയെടുത്തിരുന്നത്. പിന്നീട് ലാലി വിൻസെന്റിനെ 3 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് താൻ 3 വർഷത്തോളം ഈ അനന്തു കൃഷ്ണന്റെ ലീഗൽ അഡ്വൈസറായിരുന്നു, അനന്തു കൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിരുന്നു. അങ്ങനെയാണ് ഈ 47 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളതാണ്. പിന്നീട് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വെരിഫൈ ചെയ്തപ്പോഴും ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ടെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലാലി വിൻസെന്റിനെ ഇപ്പോൾ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഇത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ മാത്രമല്ല, ലാലി വിൻസെന്റ് ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലും ഉണ്ടെന്നുള്ളതാണ്. നേരത്തെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് കടന്നിരുന്നതാണ്. ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലടക്കം പരിശോധന നടത്തുകയും ലാലി വിൻസെന്റിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇ ഡി ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രതിപ്പട്ടികയിൽ നിന്ന് ലാലി വിൻസെന്റിനെ ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് സംസ്ഥാനത്തൊട്ടാകെ തന്നെ 1279 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യ കുറ്റപത്രം അടുത്ത മാസം ആദ്യം കൊടുക്കുമെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. ഓക്കെ, ശരണാണ് വിവരങ്ങൾ നൽകിയത്.